എനിക്കെന്ത് പറ്റി? ധ്യാനിച്ചിരുന്നപ്പോ സ്വാമിയുടെ ദേഹത്ത് മണ്ടോതിരി കയറി. അത് തെങ്ങിക്കയറുന്ന ഒരു സാധനമല്ലേ? അത് മണ്ടരി, ഇത് മണ്ടോതിരി ദേവി. എന്നിട്ട് എന്ത് പറഞ്ഞു? കോപിച്ച് പിശാചിനെ ആണിയിൽ തറക്കി വന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. എന്തായാലും ആണി പൂജിച്ച് നാളെ കൊണ്ടുവരാം. ഹോമത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ദേവി പറഞ്ഞല്ലോ. പറഞ്ഞു. അതില് 144 മുട്ട എന്തിനാണെന്ന് മനസ്സിലായില്ല. 144 മുട്ട പുഴുങ്ങി തിന്നാൻ പറഞ്ഞ തയ്യാറാക്കിയാ മതി. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ദേവിയുടെ ശാപം വാങ്ങിക്കേറ്റരുത്. പാലിന്റെ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു 7 ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പഴംകോഴി. പഴംകോഴി അതെന്തു കോഴി? എടോ പഴവും കോഴി. ഓ, സാമിയല്ലേ പറഞ്ഞത് ഒന്നും ഓർമ്മയില്ലാന്ന്. പിന്നെ എങ്ങനെ ഈ കണക്കൊക്കെ സാമിക്ക് അറിയണേ? എടാ എന്റെ ഉള്ളിലല്ലേ ദേവി കേറി ഇരുന്ന് പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞ എനിക്ക് കേട്ടൂടെ? തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. രക്തപിശാച വയറ് ഇരി ചോര കുടിച്ചതിന് ശേഷം എന്റെ അടുത്ത് വന്ന് അമ്മ അഞ്ഞ എന്നൊക്കെ പറഞ്ഞാണ്ടല്ല വായിൽ ഞാൻ വിരലിട്ട് കാണിക്കും. പാലാ ചെളിപ്പരുവം. മാഷേ, മാഷ് ഡോക്ടറാണോ? ആണെങ്കി അങ്ങനൊന്നുമില്ല. അപ്പൊ ഇവിടെ എല്ലാരും പറയുന്നുണ്ടല്ലോ ഭ്രാന്തിന് ചികിത്സിക്കാൻ വന്ന ഡോക്ടറാണെന്ന്. ഇവിടെ ആർക്കാ ഭ്രാന്ത് മാഷേ? നിന്റെ അപ്പന് ഇത്തിരി ഭ്രാന്തുണ്ട്. അത് പറഞ്ഞ ശരിയാ. എന്റെ പഠിത്തവും മുടക്കി കുറെ സ്വത്തം കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുക. ബോറടിച്ചിട്ട് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നു. നീ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. ഇല്ല, ആരോടും പറയില്ല, പ്രോമിസ്. എന്നാ കേട്ടോളൂ, ഞാനൊരു ഡോക്ടറോ എഞ്ചിനീയർ ഒന്നുമല്ല. ഞാനൊരു പിശാച് പിടുത്തക്കാരനാണ്. വെറുതെ ഒന്നും അല്ല. പട്ടിപിടുത്തക്കാരൻ തവളപിടുത്തക്കാരൻ കേട്ടിട്ടുണ്ട്. ഇതെന്താണോ പിശാച് പിടുത്തക്കാരൻ? ആദ്യമായിട്ട് കേൾക്കുക. ചക്കര കൊത്തേ തേങ്ങ കൊത്തേ ചക്കര കൊത്തേ. എന്താടി ഇവിടെ? അത് പരിപ്പുണക്കുവാ. മതി ഉണക്കിയത്. കേറിപ്പോടി. ഈ പരിപ്പൂടെ വേവില്ലേ ഡോക്ടറെ? വൃത്തികെട്ടവൻ. താൻ വല്ലതും കണ്ട? ഇല്ല. പിന്നെ എന്തിനാടാ ഈ പാട്ടിട്ട് ഉറക്കണേ? ഒരു കാറ് കൊണ്ടുവന്നൊക്കെ എഴുതി വെക്കണം കാറൊന്നും. അഞ്ജലി, നിനക്ക് അസുഖമൊന്നുമില്ലെന്ന് തെളിയിക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്. ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ആയിക്കോട്ടെ, ചങ്ങലിക്കിടുവോ നെല്ലിക്കത്തളം വെക്കോ, എന്താ വേണ്ടെന്ന് വെച്ചാൽ അയാളോട് ചെയ്യാൻ പറ. അയ്യേ, അങ്ങനെയുള്ള ഡോക്ടർ അല്ല. യെസ്, അനൂപ് ഈസ് റൈറ്റ്. ഞാൻ ഡോക്ടറും അല്ല, എനിക്ക് രോഗികളെ ചികിത്സിക്കാനും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞ അഞ്ജലി വിചാരിക്കും പിന്നെ എന്തിനാ ഇയാളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്ന്. എൻ്റെ പണി ഈ ഭൂതങ്ങളെയും പ്രേതങ്ങളെയൊക്കെ ചാക്കിട്ട് പിടിക്കലാണ്. അഞ്ജലി പറയുന്നത് ശരിയാണ്. ഇവിടെ വന്ന് കയറിയപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്തിരി കുഴപ്പം പിടിച്ച ഒരെണ്ണം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. താൻ എൻ്റെ കൂടെ നിന്ന് അതിനെ പിടിച്ച് പൂട്ടി മുമ്പിലിട്ട് തരാം. അല്ലാതെ തനിക്ക് പ്രാന്തുമില്ല, ഒരു മാങ്ങാത്തൊലിയില്ല. ഞാനെന്താ ചെയ്യേണ്ടത്? ആദ്യം ആ പന്ന പ്രേതം ഇവിടെ കിടന്ന് കറങ്ങുന്ന എന്തിനാണെന്നറിയണം. കാര്യങ്ങൾ കുറേയൊക്കെ അനൂപ് എന്നോട് പറഞ്ഞു. പക്ഷെ ഗീത മരിച്ച ദിവസം അത് ആക്ച്വലി എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. എന്താണ് നടന്നത്? കാര്യം ചുരുക്കിയെന്ന് പറഞ്ഞേക്കാം. എൻ്റെ കുഞ്ഞിപ്പെങ്ങൾ സിസിലിയുടെ മകൻ അനൂപ്, അതായത് എൻ്റെ നെവ്യൂ, അവൻ എല്ലാ വെക്കേഷനും കുറച്ച് നാള് എൻ്റെ കൂടെ ഇവിടെ വന്ന് താമസിക്കും. എനിക്കറിയാം അനൂപിനെ. അവന് അന്നമ്മയുടെ മോൾ അഞ്ജലി അങ്ങ് ഇഷ്ടപ്പെട്ടു. ചെക്കൻ്റെ പഠിത്തം കഴിയാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും ഇപ്പോഴേ ഒന്ന് പറഞ്ഞു വയ്ക്കാം. ബേബിച്ചാൻ അറിയാലോ, ഇത്രയും കാലം രണ്ടാളെയും ഊട്ടിയതും ഉറക്കിയതും ഒരുക്കിയതും എല്ലാം ഒരുമിച്ചാ. കെട്ടിച്ചു വിടുമ്പോഴും അങ്ങനെ തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്തായാലും സമയമുണ്ടല്ലോ, അതിനുള്ളിൽ ഗീതയ്ക്കും ഒരാളെ കണ്ടുപിടിക്കാം. അത് ഞാനും നോക്കാം. എന്തായാലും ബോംബെക്കാർക്ക് ഞാൻ വാക്ക് കൊടുക്കാൻ പോവുക. കളിച്ചും ചിരിച്ചും ആടിയും പാടിയും എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതല്ലേടി നീ അവനെ. ഗീത, നിനക്ക് എന്ത് പറ്റി? മിണ്ടരുത് എന്നോട്. എന്നെക്കാ മിടിക്കുകയാണെന്നൊരു ഭാവം എല്ലാ കാലത്തും നിനക്കുണ്ടായിരുന്നു. എന്നോടായിരുന്നു അവനിഷ്ടം. മയക്കി എടുത്തതാ നീ. എനിക്കിഷ്ടപ്പെട്ടതെല്ലാം എന്നെ നീ തട്ടിപ്പറിച്ചിട്ടുണ്ട്.
ചതിച്ചതാ നീ എന്നെ. വേണ്ട, ഇനി നിന്റെ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ഒരിക്കലും നിനക്കൊരു തടസ്സമാവില്ല. പോകുവാ ഞാൻ. പക്ഷെ മനസ്സമാധാനത്തോടെ ഒരു ദിവസം പോലും നീ അവനോടൊപ്പം ജീവിക്കില്ല. ഓർത്തോ നീ? കുട്ടാടൻ. മുട്ടനാടോ? ആടൊന്നുമല്ല, കൊച്ചു കുട്ടാടൻ. രക്തക്ഷി പിടിക്കാൻ വന്നത്. അവളിവിടെ ഉണ്ട്, എനിക്ക് കാണാം. എവിടെ എവിടെ? വാദ വാദ വാദയല്ല ഗീത. അത് നിങ്ങൾക്ക്. എനിക്ക് അവൾ വാദയാണ്. വാദ വാദിച്ച ഗീതയെ വിളിക്ക്. അവിടെ ചെന്ന് നിൽക്കൂ കുട്ടി. ഇങ്ങോട്ട് മാറി നിൽക്കേ. എന്താ ദേവി? തന്നോടല്ല, വാദ ബാധിച്ചവളെ. ഇങ്ങോട്ട് വരാൻ പറ്റുമോ? നിന്നോടാണ് പറഞ്ഞത്. ഇങ്ങനെ മാറി നിൽക്കടി. ദേ എടി പൊടിന്നൊക്കെ വിളിച്ചാണ്ടല്ലോ. ആ പിന്നെ പ്രേതത്തെ ആരെങ്കിലും ശ്രീമതി എന്നൊക്കെ വിളിക്കൂ. അങ്ങോട്ട് മാറി നിൽക്കൂ കുട്ടി. മോളെ, അങ്ങോട്ടൊന്ന് മാറി നിന്ന് കൊടുക്ക്. നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. കുഴപ്പങ്ങൾ ഇങ്ങനെ അങ്ങ് മാറിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ. നീ എവിടെ നിന്നാണ് വരുന്നത്? ബോംബെന്ന്. ആ അങ്ങനെ പറ. ഇതിനുമുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. നീ പോകുന്നോ അതോ നിന്നെ അടിച്ചോടിക്കണോ? ഓ, എന്താടി ഒന്നും മിണ്ടാത്തത്? ചവിട്ടി പറപ്പിക്കും ഞാൻ. പോകുന്നോ ഇല്ലയോ? എന്തെങ്കിലും ഒന്ന് പറ. ബാധ ബോംബക്കാരിയല്ലേ? മലയാളം അറിയാത്തോണ്ടല്ലേ ഒന്നും മിണ്ടാത്തത്? ഹിന്ദിയിൽ ചോദിക്കും. മണ്ടോദരി അമ്മക്ക് ഹിന്ദി അറിയില്ല. ഈ തള്ള ഏത് നാട്ടുകാരിയാ? തള്ളയോ? എന്നിൽ കുടികൊണ്ടിരിക്കുന്ന ദേവിക്ക് ഹിന്ദി അറിയില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ഹിന്ദി അറിയോ? ജാവോ ജാവോ എന്ന് പറയാൻ പറ. ചാവോ ചാവോ എന്ന് പറ. ശരി, ചാകുവോ ചാകുവോ. ചത്തിട്ടല്ലേ പ്രേതാവുന്ന, പിന്നെങ്ങനെ വീണ്ടും ചാവും?